അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പിടിയിറച്ചിയാണ്. അതായത് നമ്മൾ പിടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചിക്കൻ എല്ലാം ഇട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി മസാലയൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോ ആണ്. അതുപോലെ തന്നെ സ്പൈസി കുറവായ രീതിയിലാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് അടച്ചു വെക്കാം. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എത്ര പൊടിയാണോ ഇടുന്നത് അതേ അളവിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ 2 കപ്പ് പൊടി ഇടുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളക്കാൻ വെക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള അരിപ്പൊടി നമുക്കിതുപോലെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് വിതറി വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ, ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ കട്ട പിടിക്കും. അപ്പം നമുക്കിതുപോലെ ഒന്ന് വിതറി ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വെള്ളം കയറുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന രീതിയിലാണ് ഇതും റെഡിയാക്കുന്നത്. ഇനി ഇതും തിളച്ച് വരുമ്പോൾ നമുക്ക് സിമ്മിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതെല്ലാ ഭാഗത്തേക്കും വെള്ളം വരുന്ന രീതിയിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 സെക്കൻഡ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമായിട്ട് ഈ അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു അല്പം ചൂടാറുന്ന വരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. നല്ല ചൂടാറരുത്, അപ്പം കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാവും. ഒരു ഇളം ചൂടിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനും. അപ്പം നമുക്ക് എല്ലാ പൊടിയും ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഇടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഒന്ന് ഈസിയിൽ നമുക്ക് കുഴയ്ക്കാൻ സുഖമായിരിക്കും. അപ്പോൾ നമ്മൾ പത്തിരിക്ക് കുഴക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളമൊക്കെ ആക്കി നന്നായിട്ട് കുഴക്കും. ഇതിൻ്റെ ഡീറ്റെയിൽ കുഴക്കുന്നത് ഞാൻ എൻ്റെ പത്തിരീൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ കയറി കണ്ടു നോക്കാം. ഇനി ഇതിങ്ങനെ നമ്മൾ നെക്കി നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടത്തില്ല, ഒട്ടും. ഇനി നമുക്കിതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് വലുപ്പത്തിലുള്ള പിടിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ വലുപ്പത്തിന് ഇതുപോലെ ഒന്ന് റോളാക്കി എടുത്തതിന് ശേഷം നമുക്കിത് സെൻറ്റർ ഭാഗം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് പല ഷേപ്പിൽ ഇത് ആക്കി കൊടുക്കാം. ഇതുപോലെ ഓവൽ ഷേപ്പിലും ആക്കാം, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ബോർഡാക്കിയതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് നെക്കി കൊടുത്താൽ മതി. അപ്പോൾ പിടി ചെറുതാവുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടും. അപ്പം ഒത്തിരി ചെറുതാവാതെ ഒരു മീഡിയം വലുപ്പത്തിൽ നമുക്കിത് എന്ത് ചെയ്യാം, ഇതുപോലെ ബോളാക്കി കൊടുക്കാം. ഒത്തിരി വലുതായാൽ ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല, മസാല പിടിക്കുമ്പോഴൊന്നും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ആവിയിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നമ്മുടെ നൂൽപുട്ടിൻ്റെ പാത്രത്തിലോ നിങ്ങൾക്ക് എന്തിനാണോ ആവിയിൽ കയറ്റാൻ പറ്റുന്നത് അതിനകത്തേക്ക് നമുക്ക് ആവിയിൽ കയറ്റിയെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു പാത്രമുണ്ട്. അപ്പോൾ ഞാൻ ഇതിലാണ് പൊതുവെ ആവിയിൽ വെക്കാറ്. അപ്പോൾ ഒരല്പം എണ്ണ ഇതുപോലെ നമുക്ക് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിടിയുടെ മാവെല്ലാം നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ആവിക്ക് വേവിക്കാം. അപ്പോൾ നമ്മൾ കോഴി അടയൊക്കെ ഇതുപോലെ വേവിക്കുന്ന പോലെ നമുക്ക് ഇതും വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചിക്കൻ നമുക്ക് മസാല തേച്ച് വെച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ചെറിയ പീസാക്കി ഇടുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. വലുതാവുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയ പീസാക്കി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പട്ട് ചെറുതാവരുത്, ഒരു പാകത്തിന് ചെറുത്, ഒത്തിരി ചെറുതായാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഉടഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം വലുപ്പത്തിൽ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഉടഞ്ഞു പോവാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ആ ഓയിലിലോട്ട് തന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന്
കുക്ക് ചെയ്യാം. അപ്പോൾ തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണയും തേങ്ങയും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്നാവും, അല്ലെങ്കിൽ കുറച്ച് സമയം പിടിക്കും. അപ്പം നമ്മുടെ എണ്ണയും തേങ്ങയും എല്ലാം സെപ്പറേറ്റ് ആയി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവോള ഇതുപോലെ ഒന്ന് ചെറുതായി അരിഞ്ഞ് നീളത്തിൽ കട്ടി കുറച്ച് അരച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവോളയും ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോള ഏകദേശം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്, ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണിത്. ഇതും കൂടി ഒന്ന് കുക്കാവുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഒന്ന് വേവിക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ഇട്ട് നമുക്ക് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. തക്കാളിയും കൂടെ കുക്കായി വരുന്നവരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളിക്ക് കുറച്ച് സമയം എടുക്കും നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ തക്കാളി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഈ ഉള്ളിയും തക്കാളി എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിലേക്കാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പം ഈ മസാലയുടെ മണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയായിട്ടൊക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ എന്ത് ചെയ്യാം, നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ചിക്കൻ കുക്കായതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇങ്ങനെ വിതറി എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ പിടി എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പിടിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പിടി ചിക്കനും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് നമുക്കിതുപോലെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യുമ്പം ഈ പിടിയിലോട്ട് ഈ ചിക്കൻ്റെ മസാലയെല്ലാം പിടിച്ച് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പിടി ഒരുപാട് വലുപ്പമാകുമ്പോൾ നമുക്ക് ഈ ഒരു മിക്സിങ്ങിൻ്റെ സമയത്തൊക്കെ ആ ഒരു കംപ്ലീറ്റ് ഗ്രേവി ഇതിനായിട്ട് പിടിക്കില്ല. അപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഇതേപോലെ വലുപ്പത്തിലാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ചിക്കൻ ഒടയാതെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പിടിയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയറും കമൻറ്റും ലൈക്കും ചെയ്യണം. വളരെ സിമ്പിളാണ് ഇത്. പലരും പല രീതിയിലുണ്ടാക്കും, പക്ഷേ ഞാൻ എൻ്റെ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ തന്നെ സ്പൈസി ആയ കുറഞ്ഞ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി എല്ലാവർക്കും വീണ്ടും വീഡിയോ കാണുന്നവരെ താങ്ക് യു.